ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യൂസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഏകദേശം കണ്ടതിൻ്റെ 5% ആൾക്കാരെങ്കിലൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതേപോലത്തെ നല്ല ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, 12 ഫണ്ടമെന്റൽസ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ഇതൊക്കെ ചാനൽ ത്രൂ ഞാൻ കുറച്ച് കുറച്ചായിട്ട് സമയം പോലെ ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കറിയാം, മാർക്കറ്റ് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പല ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്ന ആൾക്കാർ പാനിക്കായി ഉണ്ടാവും. കൂടുതലും ഒരു വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് മാർക്കറ്റിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പാനിക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ ചിലപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയൊക്കെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകൾ ഉള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് പേടി കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ വ്യക്തമായിട്ട് നോളജ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിക്കുകളൊക്കെ പറ്റാനുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അത് ആദ്യം തന്നെ ഓർമ്മ വയ്ക്കുക. ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ ഒരു മോട്ടിവേഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ധൈര്യം പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഏകദേശം ഒരു 5000 രൂപ ആണ് ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ നിന്ന് ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം 2,20,000 രൂപയൊക്കെ ആയിട്ട് എൻ്റെ ക്യാപിറ്റൽ ഉയർന്നു. അപ്പോൾ ആ സമയത്ത് ഈ 5% പ്രോഫിറ്റ്, 10% പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്യലായിരുന്നു എൻ്റെ ഒരു ശൈലി. കാരണം നമ്മൾ അഗ്രസീവ്, നമ്മളോട് പറയും, നമ്മുടെ ഗുരു പറയും നല്ല പ്രോഫിറ്റ് ഒക്കെ വരും ഫ്യൂച്ചറിൽ. പക്ഷെ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. ആ ചെറിയൊരു പൈസ ലാഭം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ബുക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ ചെയ്ത് അത് ഒരു ഇതായിട്ട് പോയിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലൊക്കെ വന്ന് പെട്ടിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയി പഠിക്കാനായിട്ട്. പക്ഷെ നല്ലൊരു ഗുരുവിനെ കിട്ടിയ കാരണം ഞാനത് പഠിച്ചു. പക്ഷെ ഈ പഠിക്കണ കാര്യങ്ങളല്ല റിയൽ മാർക്കറ്റിൽ വരിക എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര വലിയ കോഴ്സ് എടുത്തോ, 199 തൊട്ട് 1.5 ലക്ഷം വരെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ ഇതൊന്നല്ല റിയൽ മാർക്കറ്റിൽ സംഭവിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു 10,000-20,000 രൂപ കൊണ്ട് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ലക്ഷക്കണക്കിന് രൂപയുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള ആൾക്കാർ ഇത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ വിട്ടോ. സാധാരണ ഒരാൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ എൻ്റെ ക്യാപിറ്റൽ ഏകദേശം 80,000 ആയിട്ട് ചുരുങ്ങിയപ്പോഴാണ് എനിക്ക് നമ്മുടെ തല വർക്ക് ആവണത്. കാരണം ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവും, നമ്മൾ ഇതൊക്കെ പഠിക്കാനും ബിൽഡ് ചെയ്യാനൊക്കെ അല്ല വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഒരു മാറി. അപ്പോഴേക്കും കുറച്ച് പക്വതയൊക്കെ ആയി, ബുക്കുകളൊക്കെ വായിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഏകദേശം 18,600 എത്തി. ഒരുപാട് മിസ്സായി. അന്ന് 300 രൂപയ്ക്കൊക്കെ എടുത്ത പല സ്റ്റോക്കുകളൊക്കെ 2,200, 2,300 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് എന്നിട്ട് പറയാം, ഈ പല പ്രമുഖരും പറയണ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വിഷമിക്കാനുള്ളത് മാത്രമാണ്. നമ്മൾ എന്താണ് കുറച്ചെടുത്തത്, കുറച്ച് നന്നായി മുകളിൽ പോയി അയ്യോ കുറച്ചും കൂടി എടുക്കായിരുന്നു, താഴെ വന്നു അയ്യോ അപ്പൊ വിറ്റിട്ട് മാറായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ. ആരും സംതൃപ്തരല്ല. അപ്പോൾ അത് അതിന്റെ വഴിക്ക് പോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം ഈ ഉക്രൈൻ റഷ്യ വാർ വന്നപ്പോൾ ഇത് നേരെ താഴടിച്ചു. ഏകദേശം 1.5 കൊല്ലത്തോളം ഭയങ്കരമായിട്ട് താഴടിച്ചു. ഇവിടുത്തെ സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് 50% മുകളിൽ വന്നു. മെയിനായിട്ട് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പാണ് ഈ തുടക്കക്കാരൊക്കെ കൂടുതൽ ഈ കേൾക്കുമ്പോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്തു വന്നപ്പോ എന്തായി, അപ്പൊ ആ സമയത്ത് ക്ഷമിച്ച് കുറച്ച് കുറച്ച് അതിൽ ആഡ് ചെയ്തു. മ്യൂച്വൽ ഫണ്ടിലൊക്കെ കുറച്ച് പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അങ്ങനെ വന്ന് വന്ന് അന്ന് ആ 1.5 കൊല്ലത്തെ പാഠങ്ങൾ ആണ് തിരിച്ച് എനിക്ക് പിന്നത്തെ ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഏകദേശം 2 വർഷത്തിൽ എനിക്ക് ഗുണം ചെയ്തത്. അപ്പോൾ ഇന്ന് ഏകദേശം പ്രോഫിറ്റ് ഒക്കെ എനിക്ക് ഒരുപാട് സ്റ്റോക്കുകൾ എനിക്ക് 100% മുകളിൽ 200, 300 ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ബുക്ക് ചെയ്ത് കുറച്ച് ക്വാണ്ടിറ്റി ബാക്കി വെച്ച് കുറച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്ത് ഏകദേശം 2-3 അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് ഏകദേശം 10 ലക്ഷത്തിൽ പുറത്താണ് ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ ഇപ്പോഴും പുതിയ കുറച്ച്, അതായത് ഇപ്പോഴും പ്രോഫിറ്റിൽ തന്നെയാണ് ആ പോർട്ട്ഫോളിയോ ഉള്ളത്. അപ്പോൾ ഞാനത് ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് കരുതി വെച്ചേക്കണത്. കാരണം ഇനി എന്താവും, അത് ഭയങ്കര വലിയ പൈസയാവോ അല്ലെങ്കിൽ സീറോ, ഇതൊന്നും എനിക്കറിയില്ല. അത് റിസ്ക് ആണ്, നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ്. അപ്പൊ ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് ആയിരുന്നു. തുടർന്ന് നമ്മൾ മുന്നോട്ട് ഒരു കമ്പനി എടുത്തു, ആ കമ്പനിനെ ഫോളോ ചെയ്യണു, അതിന്റെ ചാർട്ടുകൾ നോക്കണു, അതിന്റെ ന്യൂസ് നോക്കണു. നെഗറ്റീവ് ന്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കളയണു, അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണു. ഇത് ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ നാളെ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല.
അപ്പോൾ ഇതേപോലെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളൊരു പെട്ടെന്ന് ഷോക്ക് ഭയങ്കര പൈസ കുറെ സ്ക്രീൻഷോട്ടുകൾ, എത്ര പേരുടെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ട്, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം കാണുന്നുണ്ട്, ആ 10,000-കണക്കിന് സ്ക്രീൻഷോട്ടുകൾ പോലും നിങ്ങൾ കാണുന്നില്ല. അപ്പൊ അതാദ്യം ചിന്തിക്കുക, എല്ലാവരും പൈസ ഉണ്ടാക്കണില്ലേ. ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പല ആൾക്കാരോട് പോലും ആ സ്റ്റോക്ക് അവർ പറയും ഇത്ര ഇവിടെ തൊട്ട് അത് ഇത്ര പോയി എന്ന് പറയും, അവരുടെ അതിന്റെ ഒരു സ്റ്റോക്ക് പോലും ഉണ്ടാവില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതും അല്ലെങ്കിൽ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളതും എല്ലാം നമ്മൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു, അതൊക്കെ നല്ല കാര്യം, പഠിക്കുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ആക്കണം ആദ്യം. അതായത് ഇപ്പൊ ഒരു റെസിഷൻ വന്നു, അത് താഴെ വന്നു, താഴെ അടിച്ചോട്ടെ, താഴെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക, ഒരു 5 എണ്ണം, എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മേടിച്ച് വെക്കുക. എന്നിട്ട് ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അപ്പൊ അറിയാം നിങ്ങൾക്ക്. ഇനി റെസിഷൻ ആണെന്ന് വിചാരിച്ച് എല്ലാ സ്റ്റോക്കുകളും താഴെ അടിക്കണമെന്നില്ല. എത്രയോ സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റൊക്കെ അടിച്ച സമയത്ത് എത്രയോ സ്റ്റോക്കുകൾ 10-12% പോയി. അശോക ബിൽക്കോണൊക്കെ ഞാൻ 140 ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അത് 270+ ഒക്കെയാണ് അതിന്റെ പ്രൈസ് ഒക്കെ. അപ്പൊ അങ്ങനെ പലതും. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇൻഡെക്സ് നന്നായിട്ട് പ്രവർത്തിക്കും. അങ്ങനത്തെ ഇൻഡെക്സുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, കാത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് ആണെങ്കിൽ അത് താഴെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ ഒരു 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 2-3-5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഇരുത്തം വരും. ശരിക്കും ഒരു 10 വർഷമാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒന്ന് എന്നിട്ട് പറയാം, നിങ്ങളൊരു വേര് പിടിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അത് ഒരു സ്ഥിര വരുമാനമാക്കാനുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 10 വർഷമാണ്. ആ 10 വർഷത്തിൽ നിങ്ങൾ 1,00,000 ആൾക്കാർ എടുക്കുമ്പോൾ അതിൽ 2% ആൾക്കാർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഞാൻ ഇപ്പൊ 4 വർഷമായെന്ന് വിചാരിച്ചിട്ട് ഞാൻ 10 വർഷം നിലനിൽക്കുന്നില്ല. ചിലപ്പോ 5-6-7 വർഷം കഴിയുമ്പോ ഒക്കെ പല കാരണങ്ങളാൽ നമ്മൾ ഇതിൽ നിന്ന് തുടച്ചു നീക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഒരു പൈസ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബാങ്കുകൾ ലോൺ തരുന്നത് അതൊന്നും എടുക്കാനോ അങ്ങനെ എമർജൻസി ഒന്നും ചെയ്യരുത്. അല്ലാണ്ടുള്ള പൈസകൾ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കൂട്ടി 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 നിങ്ങൾ ഒരു എമൗണ്ട് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഭാഗ്യം എല്ലാം നിങ്ങളെ തുണച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ വീണ്ടും നല്ല ജമ്പിങ് നല്ല സ്റ്റോക്കുകളൊക്കെ കിട്ടാൻ അപ്പോഴേക്കും സെറ്റ് ആവും. ചാർട്ടൊക്കെ നിങ്ങൾക്ക് എന്നിട്ട് പറയാ പഴം പോലെയാവും, അമ്മര് ഇതിലാവും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആരും പേടിക്കണ്ട. ഇതൊന്നും ഒരു വിഷയം 2030 ഒരു വിഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക്. അപ്പൊ അത് ആലോചിക്കുക. 2047 ഒരു വിഷൻ ഉണ്ട്. അപ്പൊ ആ വിഷനിലേക്ക് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ എക്കോണമി മുന്നോട്ട് പോകണമെന്ന് മാത്രം ചിന്തിക്കുക. അതിനനുസരിച്ച് ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കുക, നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അറിയാത്ത ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാർജ് ക്യാപ്പ് നന്നായി പ്രവർത്തിക്കണം, അതില് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിന്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ന്യൂസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വേറെ ടിപ്പ് കാര്യം അങ്ങനത്തതൊന്നുമല്ല. അതൊക്കെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം നിങ്ങൾ എടുക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.